കാലിക്കൂട്ടിൽ കൺതുറന്നു ലോകം കാത്തിരുന്ന ദിവ്യരക്ഷകൻ ഇമ്മാനുവേൽ നമ്മോടും ദൈവം കാത്തുവച്ച ലോകരക്ഷകൻ. ഗ്ലോറിയ ഗീതം പാടാം, നാഥനെയൊന്നായി വാഴ്ത്താം. വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവിടുത്തെ മഹത്വം നമ്മൾ ദർശിച്ചു. ആ മഹത്വമാണ് ദൈവപുത്രനായ ഈശോ പരിശുദ്ധാത്മാവിനാൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഉദരത്തിൽ ഭൂജാതനായി മനുഷ്യാവതാരം ചെയ്തതിന്റെ മഹനീയമായ സ്മരണ ലോകം മുഴുവനിലും മാനവ മക്കൾ അനുസ്മരിക്കുന്ന കൃപാദായകമായ ദിവസങ്ങളിലൂടെയാണ് നാമും കടന്നു പോകുന്നത്. കുഞ്ഞുങ്ങൾ എന്റെ അടുത്ത് വരുവാൻ അനുവദിക്കുവാൻ അവരെ തടയേണ്ട എന്ന് ക്രിസ്തു വചനത്തെ നമുക്ക് ഈ സമയം സ്മരിക്കാം. പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ കൃപ തരണമേ എന്ന പ്രാർത്ഥന എല്ലാവർക്കും അനുതാപപൂർണമായ ഹൃദയത്തോടും എളിമയോടും കൂടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലയിലെ പട്ടണമായ നസ്രത്തിൽ നിന്നും യൂദയായിൽ ദാവീദിന്റെ പട്ടണമായ ബെത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടെ പോയി. അവിടെയായിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു. അവൾ തന്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരുണ്യവാനായ ദൈവമേ, പുൽക്കൂട്ടിൽ ഭൂജാതനായ അങ്ങേ ആരാധിച്ച പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യോസേപ്പ് പിതാവിനോടുമൊപ്പം ഞങ്ങളും ഞങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ കുറവുകളോടും ക്രിസ്മസ് കാലം ഇതാ വന്നെത്തി. ഭൂമിയെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്ന സ്നേഹത്തിന്റെ കാലം. ആഹ്ലാദവും ആഘോഷവും പങ്കുവയ്ക്കലുകളും നിറഞ്ഞ സമയം. ഏവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ ക്രിസ്മസ് ആശംസിക്കുന്നു. ഉണ്ണി യേശുവിനെ പോലെ നയന്മയമുള്ള കുഞ്ഞുങ്ങളും ദിവ്യ നക്ഷത്രത്തെ പോലെ വഴികാട്ടിയായ അധ്യാപകരും ഒത്തുചേർന്നിരിക്കുന്ന ഈ ആഘോഷവേളയിൽ സന്ദേശം നൽകുന്നതിനായി നമ്മുടെ പ്രിയപ്പെട്ട ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ജിസ്ലറ്റിനെ സ്നേഹം. ഇന്ന് നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ ഡിസംബർ 25 ക്രിസ്മസ്. നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന കുട്ടികളിലേക്ക് ഉണ്ണീശോ ധാരാളം അനുഗ്രഹങ്ങളും നന്മകളും നൽകും. അവരുടെ കുടുംബത്തെ പ്രത്യേകം അനുഗ്രഹിക്കും. ഉണ്ണീശോയോട് നിങ്ങൾ ചോദിക്കുന്ന ഏതു കാര്യവും ഉണ്ണീശോ നിങ്ങൾക്ക് നടത്തിത്തരും, ചെയ്തു. അതിനെ ഓർമ്മയ്ക്കാത്ത വീടുകളിൽ നക്ഷത്രം തൂക്കി അലങ്കരിക്കുന്നത്.
what Christmas means to me. Christmas is the season of love, harmony and sharing. Christmas is celebrated every year on December 25 as it considers to be the day on which Jesus Christ was born. Christmas celebration is a symbol of peace and love. It is celebrated around the world with joy and happiness. ആനന്ദ
അവന് യേശു എന്ന് പേരിടും. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് നൽകും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. അറിയില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. ഞാൻ അവളെ ഉപേക്ഷിച്ച ഈ സമൂഹം അവളെ കല്ലെറിഞ്ഞ് കൊല്ലും. പക്ഷേ മറ്റൊരു ശിശുവിനെ ഉദരത്തിൽ വഹിച്ചിരിക്കുന്നവളെ സ്വീകരിക്കുന്നതും ഉചിതമല്ല. രഹസ്യമായി ഉപേക്ഷിക്കുന്നതാവും നല്ലത്. നീ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. ഞങ്ങൾ പൗരസ്ത്യ ദേശത്ത് നിന്ന് വരുന്നവരാണ്. യൂദയ ദേശത്ത് ഒരു പുതിയ രാജാവ് ജനിച്ചു എന്നറിഞ്ഞ് അവനെ കാണുവാനും ആരാധിക്കുവാനും വന്നതാണ്. പുതിയ രാജാവ് നമ്മുടെ കൊട്ടാരത്തിൽ അങ്ങനെ ഒരു ജനം സംഭവിച്ചിട്ടില്ല. യൂദദേശത്ത് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ആരെക്കുറിച്ചാണ് പറയുന്നത്? ഏത് രാജാവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? ജനനം സംബന്ധിച്ചു ഒരുപാട് പേര് ശിശുവിനെ കണ്ടെത്താൻ യാത്ര പുറപ്പെട്ട ഞങ്ങൾ വഴികാട്ടിയായി കിഴക്ക് ദിക്കിൽ ഒരു നക്ഷത്രം. ആ നക്ഷത്രം ഞങ്ങളെ ഈ ദേശത്തേക്കാണ് നയിച്ചത്. നമ്മുടെ കൊട്ടാരത്തിൽ അങ്ങനെ ഒരു ജനനം സംഭവിച്ചിട്ടില്ലാത്തതിനാൽ ഞങ്ങൾ തിരികെ പോകാൻ അനുവദിച്ചു. ആ ശിശുവിനെ അന്വേഷിക്കുക. അവനെ കണ്ടെത്തിയാൽ മടങ്ങുമെന്ന് നമ്മെ ആ മുഴുവൻ അറിയിക്കുക. നമുക്കും പോയി അവനെ ആരാധിക്കണം. പോലെ പ്രഭു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത നിങ്ങളെ അറിയിക്കും. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ.